ശരി, എന്നാ ഞാൻ വെക്കാം. നീ ആലോചിച്ച് തീരുമാനിക്ക്. ഈ ഇന്ദിരയുടെ അടുത്ത് അച്ചാമ്മളയുടെ വീട്ടുകാർ ചമഞ്ഞുള്ള കളി. ചെറിയ കടയിൽ അഴിയാത്ത പൊതി ഇനി വലിയ കടയിൽ അഴിഞ്ഞോളും. കാണാം നമുക്ക്. ഈശ്വര, ഇതിപ്പോ പണികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുവാണല്ലോ. ഇതെല്ലാം കൂടി ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും? ഇത് കുറെ നേരമായാലും ആള് കുളിക്കാൻ കയറിയിട്ട്. ഈശ്വര, ഇനി അർജുന്റെ കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞ അഭി വീണ്ടും നമ്മുടെ ഡിവോഴ്സിന്റെ കാര്യം കുത്തിപ്പൊക്കും എന്തോ. ഇനി അഭി ആവശ്യപ്പെട്ടില്ലെങ്കിലും നന്ദിനി ആന്റി അതിന് ശ്രമിക്കുമെന്ന് തീർച്ചയാ. എന്താ? അല്ല, അഭി എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് പിന്നെ യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നതല്ലേ, ഇന്ന് തന്നെ ഇനി ഓഫീസിലോട്ട് പോകുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അല്ല, ഞാൻ ഓഫീസിൽ പോവുകയോ പോവാതിരിക്കുകയോ ചെയ്യും. നിനക്കെന്താ അതിൽ കാര്യം? ഞാനന്ന് നിന്നോട് ചോദിച്ചിട്ടാണ് ഓഫീസിൽ പോകുന്നത്. അല്ല, ഞാൻ വന്ന നേരം മുതൽ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്കെന്താ എന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു പ്രത്യേക ശ്രദ്ധയും പ്രേമവും പരിചരണവും? കണ്ടിട്ട് എന്തോ പുതിയ വള്ളിക്കെട്ടൊപ്പിക്കാനുള്ള ലക്ഷണം ഉണ്ടല്ലോ. അങ്ങനെയൊന്നും ഇല്ല അഭി. ഞാൻ അഭിക്ക് കഴിക്കാൻ ഭക്ഷണം എടുത്ത് വയ്ക്കട്ടെ എന്ന് ചോദിക്കാനായിട്ട് വന്നതാ. ഇതിനുള്ള ഉത്തരം നിനക്ക് ഞാൻ നേരത്തെ തന്നു കഴിഞ്ഞു. ഞാൻ ഭക്ഷണം കിട്ടാത്ത നാട്ടിൽ നിന്നൊന്നും അല്ല വന്നിരിക്കുന്നതെന്ന്. അല്ല അഭി, എന്നാലും വിൽ യു പ്ലീസ് ലീവ് മീ അലോൺ? ഞാൻ ആകെ ടയേർഡാണ്. നന്നായിട്ടൊന്ന് ഉറങ്ങണം. അതുകൊണ്ട് ഒന്ന് പോയി തന്നാൽ അതായിരിക്കും ഏറ്റവും വലിയ ഉപകാരം. ഈശ്വര, അഭി ഇന്ന് എന്തായാലും ഈ വീട്ടിൽ തന്നെ കാണും. അപ്പൊ പുറത്തു പോയി അഞ്ജലി തിരികെ എത്തുമ്പോ ഇവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഒരു പൊട്ടിത്തെറി ഉണ്ടായി സർവ്വതും നശിക്കുന്നതിന് മുമ്പുള്ള ശാന്തതയും ഉറക്കമാണോ ഇത്? കുഞ്ഞപ്പാ, ഒരു 5 മിനിറ്റ്, ഞാനിപ്പോ വരാവേ. ശരി. അല്ല കുഞ്ഞപ്പാ, നമ്മുടെ ഈ കച്ചേരി നടയിലെ സ്റ്റാൻഡില്ലേ, അവിടെ കുഞ്ഞപ്പന്റെ കമ്പനിക്കാരെങ്കിലും ഓട്ടോ ഓടിക്കുന്നുണ്ടോ? കൊള്ളാം. ഈ കുഞ്ഞപ്പന് കമ്പനിക്കാരില്ലാത്ത ഓട്ടോ സ്റ്റാൻഡോ? കൊച്ചുവക്കല് കാര്യം പറ. അത് പിന്നെ എനിക്കൊരു ഓഫീസ് തുടങ്ങണം. ഇന്നിപ്പോ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്ന ഈ പത്മ കേസിലെ ഫയലുകളൊന്നും ഇപ്പൊ ഞാൻ താമസിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകുന്നത് സേഫ് അല്ല. അറിയാലോ, പ്രതിഭാഗം വക്കീലിന്റെ മൂക്കിൻ തുമ്പിക്കിടന്ന ഈ കൊച്ചു വക്കീലിന്റെ കളികള്, ഈ കാർട്ടൂണിലെ ടോം ആൻഡ് ജെറിയെ പോലെ. പറയുമ്പോൾ അത് ശരിയാണല്ലോ. അപ്പൊ കൊച്ചെന്ത് ചെയ്യും? അതാ ഞാൻ പറഞ്ഞത്, എത്രയും വേഗം എനിക്കൊരു ഓഫീസ് തുടങ്ങണമെന്ന്. ഈ ബാറിലെ ബഡാ വക്കീലിന്റെ എതിരാളിയായി പോയില്ലേ ഈ പാവം പിടിച്ച ചോട്ട അഞ്ജലി വക്കീല്. അതുകൊണ്ട് ഞാൻ ചോദിച്ച പലരും ഓഫീസ് റൂം വാടകയ്ക്ക് തരാൻ മടിക്കും. ഇനി അഥവാ തന്നാലും റെന്റൊക്കെ വളരെ കൂടുതലേ ചോദിക്കുള്ളൂ. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എനിക്കതൊന്നും താങ്ങാനും ആവില്ല. അതാ ഞാൻ ചോദിച്ചേ, ജംഗ്ഷനിൽ കുഞ്ഞപ്പന്റെ പരിചയക്കാരെങ്കിലും ഉണ്ടോന്ന്. ഇത്രയുള്ള കാര്യം, ഇതൊക്കെ ചീള് കേസ്. അപ്പൊ കൊച്ചു വക്കീല് ആഫീസ് ഉദ്ഘാടനം ചെയ്യാനുള്ള ഡേറ്റും ഉദ്ഘാടനം ചെയ്യാൻ ഒരാളെ ഏർപ്പാടാക്കിക്കോ.
അതാണ് സ്പിരിറ്റ്, എന്റെ ചക്കര കുഞ്ഞപ്പൻ. ദേ അങ്ങോട്ട് നോക്കിക്കേ. അയാളുടെ നടത്തം കണ്ട് ആരെയും തൂക്കിക്കൊല്ലാൻ പോകുന്നുണ്ടല്ലോ. നീ എന്താടി ഞാനറിയാതെ സ്വന്തമായിട്ട് വക്കാലത്തിൽ തുടങ്ങി? സർ, അതോ വേറെ വല്ല സീനിയേഴ്സിന്റെ കേസ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? രാഘവനുണ്ണി അസോസിയേഷന്റെ ഭാഗമായി നിന്നുകൊണ്ട് നിനക്ക് എങ്ങനെ പുറംപടിക്കുമ്പോൾ ധൈര്യം വന്നിട്ട്? അതും നായ്ക്കും നരിക്കും വേണ്ടാത്ത ഒരു ഡിവോഴ്സ് കേസ്. നിനക്ക് രാഘവനുണ്ണി അസോസിയേഷന്റെ ഡിഗ്നിറ്റി എങ്കിലും ഒന്ന് ഓർത്തുകൂടായിരുന്നു? സർ, ഞാൻ സ്വന്തമായിട്ട് കേസൊന്നും എടുത്തിട്ടില്ല. പിന്നെ ആ കക്ഷി എന്റെ ബന്ധത്തിലുള്ളൊരു ചേട്ടനാണ്, എന്റെ ഇളയച്ചന്റെ ഭാര്യ സഹോദരന്റെ മകൻ. വീട്ടിലെ ചില പ്രശ്നങ്ങൾ കാരണം പുള്ളിക്കാരന് ഡിവോഴ്സ് വേണം. അതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി പുള്ളിക്കാരൻ എന്നെ വന്ന് കണ്ടതാ. അതെ, ബന്ധുക്കളും കുടുംബക്കാരും അങ്ങ് വീട്ടില്. ഇത് കോടതിയാണ്. ഇവിടെ എത്തുമ്പോ കുടുംബക്കാരും പോലും കോടതിക്കാര്യമായി മാറും. മനസ്സിലായോ? സാർ, ഇവളിത് ചുമ്മാ പിടിക്കപ്പെട്ടപ്പോ കള്ളം പറയുന്ന. അതെ, നോക്ക്, കോടതികളായ കോടതികളിലൊക്കെ കള്ളം കൊണ്ട് അമ്മാനമാടുന്നവനാണ് ഈ അഡ്വക്കേറ്റ് രാഘവനുണ്ണി. ആ എന്നോട് തന്നെ വേണോ നിന്റെ ഈ ഉടായ്പ ന്യായം പറിച്ച്? അയ്യോ സാർ, ഞാൻ പറയുന്നത് സത്യമാണ്. സാർ എന്നെ ഒന്ന് വിശ്വസിക്കണം പ്ലീസ്. മതി മതി. ഇനി മേലാൽ ജാസ്മിൻ എന്ന നീ അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ കൺവെട്ടത്ത് പോലും വന്നു പോരും. നീ ഇനി കുടുംബ കോടതിയുടെ വരാന്തയിൽ നിരങ്ങിയാൽ മതി. അതോടെ നിന്റെ ജന്മം തീരും. ഇവിടെ നിന്ന് വേറെ ഒരു കേസ് നിനക്ക് കിട്ടാൻ പോകുന്നില്ല. സർ, അതിനുള്ള പണി ഞാൻ നിനക്ക് തരും. പാടോ, പോവാ. ചേടാ, കണ്ടിട്ട് അഞ്ജലി ഇവിടെ എത്തിയ ലക്ഷണമൊന്നും ഇല്ലല്ലോ. സ്കൂട്ടറും കാണുന്നില്ല. പറയുമ്പോലെ സ്കൂട്ടർ അഞ്ജലിയുടെ കൈവശം ഇല്ലല്ലോ. അഞ്ജലി വീട്ടിൽ നിന്ന് പത്മ കേസിന്റെ ഫയലൊക്കെ എടുത്തുകൊണ്ട് പോയെങ്കിൽ ആ പോക്ക് കോടതിയിലോട്ട് അവനെ തരവുള്ളൂ. ഇനിയൊരു പക്ഷെ അഞ്ജലി എങ്ങാനും അച്ഛന്റെ മുമ്പിൽ പെട്ട ഈശ്വര, എങ്കിൽ ഇന്ന് എല്ലാം കൂടെ കുളമാവുന്നുള്ള കാര്യം ഉറപ്പാ. എടോ ഹരി, ജാസ്മിൻ നോക്കി നടത്തിയിരുന്ന എല്ലാ കേസ് ഫയലുകളും ഇന്ന് തന്നെ അവളുടെ കയ്യിൽ തിരിച്ചു വാങ്ങിക്കണം. എന്നിട്ട് അത് ശ്യാമിനെ ഏൽപ്പിക്കണം. ഇനി അത് ശ്യാം നോക്കിക്കോളൂ. താനൊന്ന് സൂപ്പർവൈസ് ചെയ്താൽ മാത്രം മതി കേട്ടോ. പിന്നെ അവൾ തിരിച്ചേൽപ്പിക്കുന്ന കേസ് ഫയൽസിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ BNS 303 ചേർത്ത് ഒരു പെറ്റീഷൻ ടൗൺ സ്റ്റേഷനിൽ കൊടുക്കണം. ഓക്കെ സാർ, ചെയ്യാം. ഇനി മോഷണ കുറ്റത്തിന് വേണം അവൾ ജയിലിൽ കിടക്കാൻ. ഈ രാഘവനുണ്ണിയെ തോൽപ്പിച്ച് ഒരുത്തി എവിടെ അങ്ങനെ സുഖിച്ച് ജോലി ചെയ്യാമെന്ന് നോക്കണ്ട. നിനക്കെന്താ ഇവിടെ കാര്യം? എനിക്ക് ഈ CJM കോടതിയിൽ ഒരു കേസിന് ജാമ്യം നിൽക്കാനുണ്ടായിരുന്നു. ഒരു ഫ്രണ്ടിന്റെ കേസാ. CJM കോടതിന് അപ്പുറത്തെ ബ്ലോക്കിലല്ലേ? അതെ, ഞാൻ വഴിമാറി ഇങ്ങോട്ട് വന്നതാ. ഞാനിപ്പോ അങ്ങോട്ട് പോവാ. ആ CJM കഥ അത്ര ദഹിക്കബിളായി തോന്നില്ല സാറേ. എന്ന് വെച്ചാ എന്നെ കുറച്ച് നേരത്തെ അനുപമ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ അഞ്ജലി വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞേ.
വാട്ട്? അതെ സാർ, വീട്ടിൽ നിന്ന് ഇറങ്ങിയ അവള് ചിലപ്പോൾ കോടതിയിലോട്ട് വരാൻ സാധ്യത ഉണ്ടെന്ന അനുഭവം പറഞ്ഞു. ഓഹോ, അങ്ങനെയാണെങ്കിൽ അത് നോക്കണമല്ലോ. നോക്കാം സാർ. അതിനു മുമ്പ് ഞാൻ നോട്ട് ചെയ്ത വേറൊരു പ്രശ്നമുണ്ട്. ഉം. നോക്കാം സാർ. അതിനു മുമ്പ് ഞാൻ നോട്ട് ചെയ്ത വേറൊരു പ്രശ്നമുണ്ട്. ഉം. ഈ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ പ്രസൻസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം നമ്മുടെ അർജുനും എത്താറുണ്ട്. അതാ എനിക്കൊരിക്കലും മനസ്സിലാകാത്ത കാര്യം. ചേട്ടാ, നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ചായ. എന്താ നീ എന്താ ഇവിടെ? അത് ഞാൻ വന്നത്. ഓ, കാവ്യയുടെ ബ്രദറിന്റെ കേസായത് കൊണ്ട് അതെന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാണല്ലേ? അതെ അതെ. എന്നാലേ ആ കേസ് നോക്കാനാ ഞാനിവിടെ വന്നിരിക്കുന്നത് കേട്ടാ. ചായ വേണമെങ്കിൽ വാങ്ങി കുടിച്ചിട്ട് പോ വേഗം. യെസ്, ഇതിനു മുൻപും ഒരിക്കൽ അർജുൻ ഇതേ കോടതിയിൽ എൻ്റെ മുമ്പിൽ വന്നു പെട്ടിട്ടുണ്ട്. അന്നും ഇതുപോലെ ആർക്കോ ജാമ്യം നിൽക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ നിന്ന് സ്കിപ്പായി പോയത്. ആ സമയത്തും അഞ്ജലിയുടെ പ്രസൻസ് ഇവിടെ ഉണ്ടായിരുന്നു. സാർ, പത്മ കേസ് അടുത്ത ആഴ്ചയാണ് ഹിയറിങ്ങിന് വെച്ചിരിക്കുന്നത്. വീട്ടിൽ നിന്നും അഞ്ജലി മുങ്ങിയതും അർജുൻ ഇവിടെ പൊങ്ങിയതും എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ എനിക്കെന്തോ പന്തികേട് തോന്നുന്നുണ്ട് സാർ. യെസ്, യു ആർ റൈറ്റ്. അർജുൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ അഞ്ജലിയും ഇവിടെ ഉറപ്പായിട്ട് എത്തിയിട്ടുണ്ടാകും. നിങ്ങൾ ഒന്ന് കറങ്ങി നോക്ക്. അവരെ ഒരുമിച്ച് കണ്ടാൽ എന്നെ വന്ന് വിവരം അറിയിക്കണം. അപ്പോഴേക്കും ഞാനൊന്ന് വീട്ടിലേക്ക് വിളിച്ചു നോക്കട്ടെ, അവിടുത്തെ സ്ഥിതി എന്താണാവോ. ഇതാര്? എന്താ ശിവരാമകൃഷ്ണ, താനെന്താ ഇവിടെ? ചായ കുടിക്കാൻ വന്നയാണോ? വാ, അകത്തേറി വാ. ഒരു ചായ. ഞാൻ തന്റെ പഴയ കടയിൽ ചെന്നിരുന്നു. അപ്പോഴറിഞ്ഞത് താൻ ഇവിടെ ഒരു പുതിയ കട തുടങ്ങിയ കാര്യം. താനെന്തെടുക്കാരും കോളനിയിൽ ആരോടും പറയാതിരുന്നത്? ഹേയ്, അങ്ങനെ പറയാൻ വേണ്ടി ഒന്നുമില്ല ശിവരാമ. എൻ്റെ ഒരു അടുത്ത ബന്ധു നടത്തിയിരുന്ന ഹോട്ടലായത്. അയാൾക്കിപ്പോൾ ഡയബറ്റീസ് മൂത്തിട്ട് കാല് മുറിച്ച് വീട്ടിൽ കിടപ്പാ. അതോടെ ഈ കട അടച്ചിടേണ്ട അവസ്ഥയായി. ഞാൻ ചെന്ന് കണ്ടപ്പോ എന്നോടിത് നടത്താമോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഒന്നാലോചിച്ചപ്പോ അതിനൊരു സാധ്യതയുണ്ടെന്ന് എനിക്കും തോന്നി. എത്ര നാളെന്ന് വെച്ചിട്ടാ മറ്റുള്ളവരുടെ കടയിൽ ഇങ്ങനെ പാത്രവും ചായ ഗ്ലാസും കഴുകി. ഇതാവുമ്പോ ചെയ്യുന്ന പണിക്ക് മാന്യമായൊരു വിഹിതം കയ്യിൽ കിട്ടും. പേരിന് വേണമെങ്കിൽ കട മുതലാളിയെന്നും പറയാം. അല്ല, തനിക്ക് കഴിക്കാൻ വല്ലതും വേണോ? വേണ്ട സഹദേവ. സത്യം പറഞ്ഞ എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു, ഒരു സഹായം. അതാ ഞാൻ തന്നെ അന്വേഷിച്ച് ഇവിടെ വന്നത്. അയ്യോ, പുതിയ വല്ല വള്ളിക്കെട്ടും ആണോടോ താൻ ഈ പറയാൻ വരുന്നേ? അല്ല, അത് പിന്നെ ഏതായാലും താനൊന്ന് വെയിറ്റ് ചെയ്യ്, ഒരു 2 മിനിറ്റ്.
ചേട്ടാ 2 ചായ, ഒന്ന് മധുരം കൂടിയേ. എടാ നീ അറിഞ്ഞോ വിശേഷങ്ങള്? വലിയ ക്രിമിനൽ ലോയർ എന്നുള്ള പേരെടുക്കാൻ വേണ്ടി നമ്മുടെ രാഘവൻ ഉണ്ണി സാറിന്റെ കൂടെ കൂടിയിട്ട് ഇപ്പോൾ അതേ രാഘവൻ ഉണ്ണി സാറിന്റെ കൈകൊണ്ട് തീരാനാ ചിലരുടെ വിധി. അയ്യോ ആണോ? അറിഞ്ഞില്ലല്ലോ. എന്നാൽ അറിഞ്ഞോ, രാഘവൻ ഉണ്ണി സാറിന്റെ കൂടെ നിന്ന് കാലുവാരിയ ഏതോ ഒരു ജൂനിയറിനെ സാറ് തൂക്കിയെറിഞ്ഞെന്നോ കാലുവാരി തൂക്കി തറയിലടിച്ചെന്നോ ആൾക്കെതിരെ മോഷണ കുറ്റത്തിന് കേസ് കൊടുക്കുന്നെന്നോ അങ്ങനെ എന്തൊക്കെയോ ബാർ അസോസിയേഷൻ ഹാളിൽ കേട്ടു. ആ, പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്നാണല്ലോ. കള്ളനെ പിടിക്കാൻ നിങ്ങൾ എന്താ പോലീസാണോ? ജാസ്മിന് പിന്നാലെ നടന്ന് അപമാനിക്കാൻ ആ ഹരീന്ദ്രൻ പറഞ്ഞു വിട്ടതായിരിക്കും അല്ലേ? നാണോ ഇല്ലേ നിങ്ങക്ക്? അതെ, സീനിയറെ സുഖിപ്പിച്ചില്ലെങ്കിലേ നാളെ നിങ്ങളുടെ ഗതി ഇത് തന്നെയാ. അത് മറക്കാതിരുന്ന നിങ്ങൾക്ക് കൊള്ളാം. കുടിക്ക. എനിക്ക് വേണ്ട അഞ്ജലി. കുടിക്കണോ? PP വക്കീലിന്റെ ഇരവിഴിഞ്ഞ് ജീവിക്കുന്നവന്മാര് അങ്ങനെ പലതും പറഞ്ഞെന്നിരിക്കും. ജാസ്മിൻ അത് കേട്ട് ടെൻഷനൊന്നും അടിക്കണ്ട. എടോ, താൻ ആദ്യം ചായ കുടിക്കാം, ഇല്ലെങ്കിൽ അത് തണുത്തു. കുടിച്ചോ. അഞ്ജലി, ഞാനൊന്നും ചെയ്തിട്ടില്ല. സാറിനൊരു തെറ്റിദ്ധരിപ്പിച്ചത്. അല്ലെങ്കിൽ സാറ് തന്നെ എന്നെ അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒരു പ്ലാൻ കണ്ടെത്തി. അതെന്തിനാ തന്നെ രാഘവൻ ഉണ്ണി സാർ ഒഴിവാക്കുന്നത്? കാശ് കൊടുക്കാതെ കൂടെ നിർത്താൻ പറ്റിയ തന്നെ പോലൊരു വക്കീല് വീട്ടിലുള്ളപ്പോ എന്നെ ഒഴിവാക്കിയതിൽ എന്താ തെറ്റ്? എന്താ അങ്ങനെ ആയിക്കൂടെ? അത് കലക്കി. പക്ഷേ വെറും സങ്കല്പമാണെന്നേ ഉള്ളൂ. ഞാൻ അഡ്വക്കേറ്റ് രാഘവൻ ഉണ്ണിയുടെ ജൂനിയർ ആവില്ല ഒരിക്കലും. മറിച്ച് ഇവിടെ കച്ചേരി ജംഗ്ഷനിൽ സ്വന്തമായിട്ടൊരു ഓഫീസ് തുടങ്ങാൻ പോവാ. തനിക്കും വേണമെങ്കിൽ എന്റെ പാർട്ട്ണറായിട്ട് കൂടാം. എന്താ, പോരുന്നോ? അതെ, രാഘവനുണ്ണി സാറിനെ പോലെ അടിമപ്പണി ചെയ്യിപ്പിക്കാനൊന്നും അല്ല ഞാൻ തന്നെ ക്ഷണിക്കുന്നത്. എന്റെ ഒപ്പം നിൽക്കുന്ന ഒരു ബെസ്റ്റ് കമ്പാനിയനായിട്ട്. തനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ ഒപ്പം വരാം. ആലോചിച്ചിട്ടൊരു മറുപടി പറഞ്ഞാൽ മതി. ഇനി ആലോചിക്കാനായിട്ട് ഒന്നുമില്ല അല്ലേ ജാസ്മിൻ? തന്റെ കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയേക്കാവുന്ന ഒരു ഓഫറാണ് അഡ്വക്കേറ്റ് അഞ്ജലി തനിക്ക് തരുന്നത്. താൻ ധൈര്യമായിട്ട് കൈ കൊടുക്ക്, ഞാനും ഉണ്ടാവും നിങ്ങളുടെ കൂടെ. ഒരു വക്കീൽ ഗുമസ്തനായിട്ട്. കാർത്തിക് പത്മ കേസിൽ അഡ്വക്കേറ്റ് രാഘവനുണ്ണിക്കെതിരെ ശക്തിയുദ്ധം വാദിക്കാനും പത്മയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാനുമാ ഞാൻ ഈ പോരാട്ടം നടത്തുന്നത്. തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എനിക്കൊരു ഓഫീസും അത്യാവശ്യമാണ്. അതിനെന്താ ചെയ്യേണ്ടതെന്നും ഈ കേസ് എങ്ങനെ ജയിക്കണമെന്നും എനിക്ക് സ്വയം നന്നായിട്ട് അറിയാം. ആ കേസിൽ എന്റെ എതിർഭാഗം വക്കീലിന്റെ മകനെ പിടിച്ച് പോക്കറ്റിലിട്ടിട്ട് വേണ്ട അഡ്വക്കേറ്റ് അഞ്ജലിക്ക് ഈ കേസ് ജയിക്കാൻ. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് us. പ്ലീസ്. ജാസ്മിനെ വാ, നമുക്ക് പോവാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. തൻ്റെ വീട്ടിൽ ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങളാണല്ലോ ശിവരാമ. ദുർവിധി അല്ലാണ്ടെന്തു പറയാനാ? പിടിച്ചു നിൽക്കാനായിട്ട് ഒരു മാർഗമില്ലാത്ത അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രയും വേഗം ഒരു ജോലി കണ്ടെത്തണം. അതിന് താനൊന്ന് സഹായിക്കണം. അല്ല, അതിപ്പം പെട്ടെന്ന് ജോലി കണ്ടുപിടിക്കണമെന്നൊക്കെ പറഞ്ഞാ തനിക്ക് നേരത്തെ ഒരു ജോലി വാങ്ങിത്തന്നതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഓർമ്മയുണ്ടല്ലോ തനിക്കത്? ആ തുണിക്കട മാനേജരെ പിന്നെ കണ്ടപ്പോ അയാൾ എന്നെ തലങ്ങും വിലങ്ങും ചീത്ത വിളിച്ചിട്ടാ പോയത്. ക്ഷമിക്ക് സഹദേവ, അന്നത്തെ സാഹചര്യം എന്തായിരുന്നു എന്ന് ഞാൻ തന്നോട് പറഞ്ഞിരുന്നതാണല്ലോ. ഇപ്പൊ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പ്ലീസ്, താൻ എന്നെ കൈവിടരുത്, സഹായിക്കണം പ്ലീസ്. എന്തെങ്കിലും ഒരു ജോലി, അല്ലെങ്കിൽ അപമാനം കൊണ്ടും അനാരോഗ്യം കൊണ്ടും ഞാൻ തകർന്നു പോകും.
എങ്ങനെങ്കിലും ഒന്ന് സഹായിക്കേ പ്ലീസ്. അതിപ്പം പെട്ടെന്നൊരു ജോലി ശരിപ്പെടുത്തുക എന്ന് വെച്ചാ 2 ചായ. ആ അല്ല, തനിക്ക് ചായ അടിക്കാൻ അറിയാമോ? പല കടുപ്പത്തിലും വിത്തും വിത്തൗട്ടും ചായ അടിക്കാൻ. ഹലോ, ആ ഷാഫി പറയ്. ഞാൻ നല്ല ഉറക്കമായിരുന്നു ഷാഫി. ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ. നമ്മുടെ പുതിയ സംരംഭമില്ലേ പാക്ക് ആൻഡ് ഗോ, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു പൂനെയിൽ. ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ഷാഫി? ഹലോ ഹലോ ഹലോ. ആ ഷാഫി, ഇവിടെന്തോ കവറേജ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വിളിക്കാം. നീ ഫോൺ വെച്ചോ. ഇതെന്ത് കഷ്ടം ഇത്. ഇതിപ്പോ വീടിന് പുറത്ത് നല്ല റേഞ്ച് കിട്ടാത്ത അവസ്ഥയാണല്ലോ. ആ ഷാഫി, എന്താ വിളിച്ച കാര്യം പറയും? അഞ്ജലി എന്താ ഇവിടെ? അവളുടെ ഭർത്താവിനെ കാണാൻ. ഇതാണ് അർജുൻ ഇവളുടെ കഴുത്തിൽ കെട്ടിയ താലി. അവളിന്ന് നിന്റെ ഭാര്യയാണോ? അതെ.